ത്തിൽ നമ്മൾ കാണുന്ന അന്ന് തന്നെയാണ് ഒന്നാം തീയതി, കാണുന്ന 2 തന്നെയാണ് 2-ാം തീയതി, കാണുന്ന 3 തന്നെയാണ് 3-ാം തീയതി. പക്ഷേ പെരുന്നാളോ നോമ്പോ ഒക്കെ ആണെങ്കിൽ അത് അടുത്ത പകലിലേ കഴിയുള്ളൂ. അത് യഥാർത്ഥത്തിൽ ഈ ഹദീസ് ഇസ്ലാമിൽ ദിവസങ്ങൾ ആരംഭിക്കുന്നത് രാത്രിയാണ് എന്നുള്ളതിൻ്റെ തെളിവാണ്. ഇസ്ലാമിൽ രാത്രി ദിവസം ആരംഭിക്കുന്നു എന്നുള്ളതിനാണ് ഇബ്നു അബ്ബാസിൻ്റെ ഈ ഹദീസ് നമ്മൾ തെളിവായിട്ട് എടുക്കേണ്ടത്. കാരണം ഇബ്നു അബ്ബാസ് പറഞ്ഞത് നിങ്ങൾ ഈ കണ്ട ഈ രാത്രി തന്നെയാണ് അതന്നെയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് അടുത്ത ദിവസം ഇത് 2ആണ്, അടുത്ത പകല് 2ൻ്റെ പകലും, പിന്നെ അടുത്ത രാത്രി എത്തുമ്പോൾ അത് 3ആയി. വളരെ ക്ലിയറാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. വേറെയും ഒരുപാട് ആളുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സംസാരത്തിൽ ഒരു പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചില കുറച്ച് കട്ടി കൂടിയൊക്കെ സംസാരിച്ചിട്ടുണ്ടാവും. സാരല്ല, വിഷയം ആ രീതിയിൽ സംസാരിച്ചു. അതിൽ ക്ഷമ ചോദിക്കാൻ ആർക്കെങ്കിലും പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സംഘാടകർക്ക് വളരെയധികം നന്ദി പറയുന്നു. ഇങ്ങനൊരു അവസരം ലഭിച്ചു എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട്. ഈ കാര്യങ്ങൾ പറയാൻ അവസരം ഉണ്ടായതിൽ അള്ളാഹു സ്തുതിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ വിഷയം കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനുമൊക്കെ ഇതൊരു തുടക്കമായി എന്ന അടിസ്ഥാനത്തിൽ സംഘാടകരായ വോയിസ് ഓഫ് ജസ്റ്റിസിനെ പ്രത്യേകമായി അനുമോദിച്ചുകൊണ്ട് ഞാൻ അടുത്ത ആളുകൾക്ക് കൈമാറും. അലി മലിക് ഖാൻ ഈ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ അമേരിക്കയിൽ ഞായറാഴ്ച പെരുന്നാളാണെങ്കിൽ ഇന്ത്യയിലും ഞായറാഴ്ച പെരുന്നാളാവണം എന്ന് മാത്രമായിരിക്കും എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ കവിഞ്ഞ ഉദ്ദേശം ഇവിടെ അമേരിക്കയിൽ ഞായറാഴ്ച, ഇവിടെ തിങ്കളാഴ്ച, ഇവിടെ നമ്മൾ പറയുന്ന തിങ്കളാഴ്ച, ആ തിങ്കളാഴ്ച ആവരുത്, അതും ഇവിടെയും ഞായറാഴ്ച ആവണം. ഇത്രയൊക്കെ അലി മലിക് ഖാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മൾക്ക് ആരാധനാ കാര്യങ്ങളിൽ ഒരു ഐകരൂപ്യം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഏറെ നല്ലതാണ് എന്നുള്ള മഹത്തായ ആശയമാണ്. പിന്നെ എല്ലാ രാജ്യങ്ങൾക്കും ബാധകമാകുന്ന ചന്ദ്രമാസ കലണ്ടർ ഉണ്ടാക്കാൻ സാധ്യമല്ല. ആ കാര്യം ശാസ്ത്രബോധം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും ബാധകമാകുന്ന ഒരു കലണ്ടർ മുൻകൂട്ടി അങ്ങോട്ട് ഉണ്ടാക്കി നിങ്ങളുടെ കയ്യിൽ പ്രസൻറ്റ് ചെയ്യാം എന്നാണ് ഉദ്ദേശമെങ്കിൽ അത് ഉട്ടോപ്പിയൻ ഐഡിയ ആണ് എന്ന് അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു. നമുക്ക് പറയാനുള്ള സംഗതികൾ പറയാം. അതിന് വിശുദ്ധ ഖുർആനിൽ മാതൃകയുണ്ട് എങ്ങനെ വിയോജിക്കണമെന്ന്. ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയ്യ, അതാണ് ഏറ്റവും നല്ല വിയോജിപ്പിൻ്റെ രീതിശാസ്ത്രം. ഇവിടെ പറഞ്ഞ ഒരു സംശയം ഞാൻ ബഹുമാന്യനായ സക്കരിയ സലഫിയുടെ മുമ്പാകെ വെക്കുകയാണ്. സൗമു അറഫ ദുൽഹജ്ജ് 9-നാണ് എന്ന് ഖണ്ഡിതമായി ഹദീസിലുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതൊന്ന് ഉദ്ധരിക്കേണ്ടതുണ്ട്. അതോടൊപ്പം സൗമു അറഫ എന്ന പദം തന്നെ ദിവസത്തെ കുറിക്കുന്നതാണ്, ഡേറ്റിനെ കുറിക്കുന്നതല്ല, സംഭവത്തെ കുറിക്കുന്നതാണ്. ദുൽഹജ്ജ് 9-നല്ല, അറഫ സംഭവിക്കുമ്പോഴാണ് നോമ്പെടുക്കേണ്ടത്. അതാണ് സൗമു അറഫ. അല്ലെങ്കിൽ ആശുറ താസുഅ എന്നൊക്കെ ഡേറ്റിനെ സംബന്ധിച്ച് പറയുന്നത് പോലെ അതും ഒരു താസു ആയി നമുക്ക് പറയാമായിരുന്നു. അല്ലല്ലോ, ഇത് സൗമു അറഫ എന്ന് പറയുമ്പോൾ അറഫ എന്ന് പറയുന്ന ആ സംഭവം എപ്പോഴാണോ അവിടെ സംഭവിക്കുന്നത് അപ്പോഴാണ് സൗമു അറഫ ഉണ്ടാകേണ്ടത്. യൗമു അറഫയിലാണ് സൗമു അറഫ, അല്ലാണ്ട് ദുൽഹജ്ജ് 9-ന് സൗമു അറഫ ഇല്ല. അപ്പോൾ അറഫ ഒരു പേരിനോട് അത് കർമ്മം ബന്ധപ്പെട്ടിരിക്കുന്നല്ലോ, പേരിനോട് കർമ്മം ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് സംഭവിക്കുമ്പോഴാണ് സൗമു അറഫ വേണ്ടത്. സൗമു അറഫയുടെ കാര്യം മാത്രമാണ് ഈ വിഷയത്തിൽ. അതുപോലെ തികച്ചും നൂതനമായൊരു സംഗതി വീണ്ടും ആവർത്തിക്കപ്പെട്ടിരിക്കുന്നു. തികച്ചും നൂതനമായ സംഗതിയാണ് അലി മലിക് ഖാൻ മുന്നോട്ട് വെക്കുന്നത്. ആയിക്കോട്ടെ, അങ്ങനൊരു സംഭവം മുന്നോട്ട് വെക്കാൻ ഇസ്ലാമിൽ അവകാശമുണ്ടല്ലോ. തികച്ചും നൂതനമായ മദ്രസ ആരാണ് തുടങ്ങിയത്? തികച്ചും നൂതനമായ ഒരു സംരംഭം. ആരാണ് അറബി കോളേജുകൾ തുടങ്ങിയത്? തികച്ചും നൂതനമായ ഒരു സംരംഭം. ആരാണ് സംഘടനകൾ ഉണ്ടാക്കിയത്? അതും തികച്ചും നൂതനമായ സംരംഭം. എല്ലാം ഉൾക്കൊണ്ടില്ല ഈ സമുദായം. അങ്ങനെ ഒരു അവകാശമെങ്കിലും അദ്ദേഹത്തിന് കൊടുക്കരുതോ നമുക്ക്? അദ്ദേഹം അങ്ങനെ നൂതനമായ ഒരു സംരംഭം എന്തിനാ? മുൻകാല പണ്ഡിതന്മാർ, നിങ്ങൾ പറയുന്നതിന് മുമ്പ് ഏത് പണ്ഡിതനാണ് പറഞ്ഞത്? എന്തിനാ ചോദിക്കണേ? നിങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് ഏത് പണ്ഡിതനാണ് മദ്രസ തുടങ്ങിയതെന്ന് നമ്മൾ ചോദിച്ചോ? നിങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് ഏത് പണ്ഡിതനാണ് സംഘടന തുടങ്ങിയതെന്ന് നമ്മൾ ചോദിച്ചോ? അദ്ദേഹത്തിന് ആ ഒരു അവകാശമെങ്കിലും കൊടുക്കരുതോ? എന്തിനാണ് ഇജ്തിഹാദിന്റെ വാതിൽ ഇങ്ങനെ നമ്മൾ കൊട്ടിയടിച്ച് കളയുന്നത്? അദ്ദേഹത്തിന് ആ അവകാശവുമായി അദ്ദേഹം മുന്നോട്ട് പോട്ടെ, നമുക്ക് വിയോജിക്കാം. നമുക്ക് നിങ്ങൾ പറയുന്നത് സ്വീകാര്യമല്ലെന്ന് മാന്യമായി പറയാം. എങ്കിലും നിങ്ങൾ പറയുന്നതിന് മുമ്പ് വേറെ ഏതെങ്കിലും ഒരു പണ്ഡിതൻ പറഞ്ഞ് സർട്ടിഫിക്കറ്റായിട്ട് വന്നാലേ നിങ്ങൾക്കിത് പറയാൻ പറ്റൂ എന്ന് പറയുന്നത് ഏറ്റവും തികഞ്ഞ ധിക്കാരമാണ്. അത് നമുക്ക് പറയാൻ പാടില്ലാത്തതാണ്. അതുപോലെ ഈ യഹൂദികളുമായുള്ള ചർച്ച എന്താ പറയുക, നിർഭാഗ്യകരമാണ്. ഇസ്ലാം എല്ലാവരിലേക്കും കടന്നു ചെല്ലേണ്ടുന്ന അള്ളാഹുവിൻ്റെ വെളിച്ചമാണല്ലോ. എന്തിനാണ് നമ്മൾ മറ്റുള്ളവരോട് എതിരാകുന്നത്?
അന്നത്തെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് ആ കാലവുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ പറഞ്ഞതിനെ ആ സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളൊരു സമുദായമായി മാറി നിൽക്കാതെ ഒരു ഉമ്മത്തായി കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്തിൽ ഇന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ്, ആ ഒരു ഉഖ്രിജത്തിൽ ഇന്നാസ് എന്ന പദവിയിലേക്ക് കയറി നിന്നുകൊണ്ട് നമുക്ക് എന്തിന് അവരോട് വിയോജിക്കണം, അവർ പറയുന്നതിനെതിരായിട്ട് അവരങ്ങോട്ട് പോകുമ്പോൾ നമ്മളിങ്ങോട്ട് വരിക, അവരങ്ങോട്ട് തുപ്പുമ്പോൾ നമ്മളിങ്ങോട്ട് തുപ്പുക, ഇങ്ങനെയുള്ളൊരു തരംതാണ സംസ്കൃതിയിലേക്ക് നമ്മൾ ഇസ്ലാമിനെ വലിച്ചെടുക്കണം, അല്ലാൻ്റെ ദീനിനെ. അപ്പോൾ അത് ആ പറഞ്ഞതൊക്കെ വേറൊരു സംസ്കൃതിയിൽ നിന്നുകൊണ്ടാണ്. അതുകൊണ്ട് അവർ ആ സമുദായം എന്ന നിലയിൽ നിങ്ങൾ അവരോട് ഭിന്നിക്കണം, അവർ ചെയ്യുന്നതൊക്കെ നിങ്ങൾ എതിർക്കണം, അവർ ചെയ്യുന്നതിന് നേരെ വിപരീതമായ നിങ്ങൾ ചെയ്യാവൂ എന്നൊന്നും അള്ളാൻ്റെ ദീൻ പറയില്ലല്ലോ, അള്ളാൻ്റെ റസൂലും പറയില്ലല്ലോ. കാരണം കാഫത്തുൽ ഇന്നാസാണ് റസൂല്, റഹ്മത്തുൽ ആലമീനാണ് റസൂല്. അങ്ങനെയുള്ള റസൂല് എന്തിനാണ് വെറുതെ ആ റസൂലിനെ നമ്മളുടെ ഈ താല്പര്യത്തിനനുസൃതമായി വിശദീകരിക്കുന്നത്, വ്യാഖ്യാനിക്കുന്നത്? അള്ളാഹു പുറത്തു തരട്ടെ. വാഖിറുദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, മുഖല്ലിദുകൾ എന്ന് പറയുന്ന 4 മദ്ഹബിൻ്റെ ഇമാമുകളെ അംഗീകരിക്കുന്ന ആളുകൾ അവരുടെ മദ്ഹബിൻ്റെ കിതാബുകൾ ഉദ്ധരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും അത് അവരുടെ തഖ്ലീദിൻ്റെ ഭാഗമാണ് എന്ന്. എന്നാൽ ഇജ്തിഹാദിൻ്റെ വാതിൽ തുറക്കപ്പെട്ടതാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ പോലും അവരുടെ ഇജ്തിഹാദുകൾ ഇമാമുകളുടെ കിതാബുകളിൽ അവസാനിക്കുമ്പോൾ നമുക്ക് എത്രാള് പറയേണ്ടി വരുന്നു. കാരണം കിതാബുകൾ മദ്ഹബ് സഹാബി മുഖ്തലഫ് അലഹിയായ ദലീലാണ്. മദ്ഹബ് സഹാബി പോലും ഇജ്മാ ഖുർആനെ ഹദീസ് ഇജ്മാ ഖിയാസ് എന്നതിൽ പോലും ഇഖ്തിലാഫ് ഉണ്ട് എന്നാണ്. ഇജ്മാ ഖിയാസിൽ പോലും ഇഖ്തിലാഫുള്ള അവസ്ഥയിൽ മദ്ഹബ് സഹാബി ഏതായാലും തെളിവല്ലാത്ത അവസ്ഥയിൽ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യാം. ഹിലാൽ എന്ന് പറയുന്നത് മെഹാഖാണോ എന്നുള്ളത് തീർത്തും ഇജ്തിഹാദിയായ ഒരു വിഷയമാണ്. അതിൽ നമ്മുടെ ജനാബ് അലി മണിക്വാൻ സാഹിബ് പറയുന്നത് ശരിയാണെങ്കിൽ അദ്ദേഹത്തിന് 2 പ്രതിഫലമുണ്ടാകും. ഇനി അദ്ദേഹത്തിന് തെറ്റാണ് സംഭവിക്കുന്നതെങ്കിൽ അതിനും അദ്ദേഹത്തിന് പ്രതിഫലമുണ്ടാകും. ഏതായാലും അദ്ദേഹത്തിന് പ്രതിഫലം ഉറപ്പാണ്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. തികച്ചും നൂതനമായ ഒരു സംരംഭത്തിന് മണിക്ഫാൻ ഇറങ്ങിപ്പുറപ്പെട്ടത് അപ്പാടെ അംഗീകരിക്കേണ്ടതുണ്ടോ എന്നത് തീർത്തും സംശയം ഉള്ളൊരു കാര്യമാണ്. ഏതായാലും ഈ നൂതനമായ സിദ്ധാന്തത്തിന് ഞാൻ ഇവിടെ എൻ്റേതായൊരു ഒബ്ജക്ഷൻ പറയുകയാണ്. അതായത് ആ CD-യിലും ഇന്ന് തന്നെ വിഷയാവതരണത്തിലും എനിക്ക് മനസ്സിലായത്, ലോക മുസ്ലിങ്ങൾ ഒന്നായി ഒരേ ദിവസം പെരുന്നാളും നോമ്പും അനുഷ്ഠിക്കുക എന്ന കാര്യം ഇവിടെ നടക്കാത്തതിൻ്റെ പേരിൽ അത് നടത്തുക എന്ന ശരിയായ മാർഗമാണ് ഞങ്ങളുടെ ഈ സംരംഭത്തിൻ്റെ പിന്നിലെ ലക്ഷ്യം എന്നാണ്. ഇത് വ്യക്തമായി ഒന്നുകൂടി അനാവരണം ചെയ്താൽ ഇതിൻ്റെ അർത്ഥം ഇതുവരെ കഴിഞ്ഞുപോയ മുസ്ലിം സമൂഹം, ലോകം മുഴുക്കെയുള്ള മുസ്ലിം സമൂഹം ഈ പാതയിൽ ലലാലത്തിലാണ് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ലാ തജ്തമിഉ ഉമ്മത്തി അലാ ലലാല, അതായത് ഒരേ ദിവസം പെരുന്നാൾ ആഘോഷിക്കുക, ഒരേ ദിവസം നോമ്പ് തുടങ്ങുക എന്നത് ഇതുവരെ ലോകത്ത് അനുഭവപ്പെട്ടിട്ടില്ല. ഇൻഷാ അല്ലാഹ് സാധിക്കുമെങ്കിൽ നല്ല കാര്യമാണ് എന്ന് പലരും അഭിപ്രായപ്പെട്ടു. പക്ഷെ ഞാൻ പറയുന്നത്, ഇങ്ങനെ നമ്മൾ പ്രഖ്യാപിക്കുന്നതിലൂടെ ലോക മുസ്ലിം സമൂഹം മുഴുവൻ ഇതുവരെ തെറ്റായ പാതയിലായിരുന്നു. റസൂലുള്ള പറയുന്നതോ സമൂഹം ഒന്നടങ്കം ഒരു തെറ്റിൽ അവിടെ കൂപ്പുകുത്തുക എന്നൊരു സ്വഭാവം ഈ ഉമ്മത്തിനുണ്ടാവൂല എന്ന് മാത്രമല്ല, വകുല്ലു ദലാലത്തിൻ ഫിന്നാർ. പിന്നെ സുല്ലമുസ്സലാമിൻ്റെ കലണ്ടറിനും മറ്റും ഒക്കെ അടിസ്ഥാനമായി പറയുന്നത് അമേരിക്കൻ സൊസൈറ്റിയുടേതാണ്. ഇറാഖിലെയും അഫ്ഗാനിസ്ഥാനിലെയും ഒക്കെ അവരുടെ ഇടപെടലിൻ്റെ വെളിച്ചത്തിൽ ഞാൻ കേവലം ഒരു ആശങ്ക ഇവിടെ പ്രകടിപ്പിക്കുകയാണ്. അമേരിക്ക നമുക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഇതുവരെ നല്ല നിലയിൽ പോകുന്ന ഇബാദത്തുകൾ കൂടി തെറ്റിക്കാനാണോ? ഈ വിഷയം കൂടി ചിന്തിക്കുന്നതിന് അന്ന് എല്ലാവർക്കും നന്ദി. വസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇവിടെ ഒരു നല്ല ഒരു സംരംഭം ഏകദേശം സമാപനത്തിലേക്ക് വരികയാണ്. സത്യത്തിൽ എൻ്റെ മനസ്സിൽ ആഗ്രഹിച്ച ഒരാഗ്രഹം ഒരു 75-80% പൂവണിഞ്ഞിരിക്കുന്നു എന്ന ഒരാശ്വാസത്തിലാണ് ഞാനിപ്പോൾ മൈക്ക് കയ്യിൽ പിടിച്ചിരിക്കുന്നത്. ഇവിടെ പറഞ്ഞ പ്രധാനപ്പെട്ട 2-3 ആളുകളുടെ ശക്തിയായ വാദം ഇഖ്തിലാഫുൽ മതാലിഅ് എന്തായിരുന്നാലും അംഗീകരിച്ച് തീരൂ എന്ന രൂപത്തിൽ തന്നെയാണ് സംഭാഷണം നീങ്ങിയിട്ടുള്ളത്. ഇഖ്തിലാഫുൽ മതാലിഅ് സ്വീകരിക്കുമ്പോഴാണ് കണ്ടതിന് ശേഷം മാത്രമേ മാസം പിറന്നു എന്ന് തീരുമാനിക്കാൻ പറ്റുള്ളൂ എന്ന തീരുമാനത്തിലെത്തുന്നത്. ഞാൻ ഇത് ആദ്യമായി കേട്ടത് പേരമൗണ്ടിലെ ഒരു ചർച്ചയിലും മറ്റൊരിക്കൽ ഇവിടെ ഇടിമുഴിക്കൽ നടന്ന ചർച്ചയിലും ഇത് കേട്ട അന്ന് മുതൽക്ക് ഞാൻ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചു. ഈ വാദം ലോകത്ത് ആരെങ്കിലും ഇതിനു മുമ്പ് ഉന്നയിച്ചിട്ടുണ്ടോ? അതായത് കണ്ടതിന് ശേഷം അവിടെ നിന്ന് ഇങ്ങോട്ടേ മാസം തുടങ്ങാൻ പാടുള്ളൂ എന്ന് പറയുന്ന ഒരു സംഗതി
സത്യമാണോ എന്ന് അന്വേഷിച്ചപ്പോൾ വളരെ അത്ഭുതകരമായ പറയട്ടെ, വാള്യം 5 ഫത്തുഹൽ ബാരിയിൽ 598 പേജിൽ ലാ തസൂമു ഹത്താ തറവുൽ ഹിലാല എന്ന് പറയുന്ന ഇമാം ബുഖാരിയുടെ ഹദീസിൽ അദ്ദേഹം നൽകിയ വിശദീകരണം, ലാഹിറുഹു ഈജാബു സൗമി ഹീന റുഇയ മതാ വജദത്ത് ലൈലൻ ഔ നഹാറൻ ലാകിന്നഹു മഹ്മൂലുൻ അലാ സൗമിൽ യൗമിൽ മുസ്തഖ്ബിലി വബഅദുൽ ഉലമാഇ ഫറഖ ബൈനമാ ഖബല الزവാലി ഔ ബഅദഹു വഖാലഫ الشيعة الإجماع ഫഔജബൂഹു മുത്ലഖൻ എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. ഷിയാക്കളാണ് ലോകത്ത് ആദ്യമായിട്ട് ഫിത്ന ഉണ്ടാക്കിയത്. ഇഖ്തിലാഫുൽ മതാലി എന്ന് പറയുന്ന ഈ വീക്ഷണത്തിലൂടെ ഓരോരുത്തരുടെയും ചക്രവാളത്തിൽ ചന്ദ്രാസ്തമന ശേഷം സൂര്യാസ്തമന ശേഷം ചന്ദ്രനുണ്ട്, എന്നിട്ട് അത് വിസിബിലിറ്റി ഉണ്ടായിട്ടത് മാത്രമേ അവിടെ മുതൽക്കേ മാസം തുടങ്ങൂ എന്ന വാദം മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഗണ്ണിക്കാൻ വേണ്ടി, അദ്ദേഹത്തിൻ്റെ തീരുമാനത്തെ തകർക്കാൻ വേണ്ടി ഷിയാക്കൾ ഉണ്ടാക്കിയതാണ് എന്ന് വളരെ വ്യക്തമായി ബോധ്യപ്പെടുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ആണ് കലണ്ടറിൻ്റെ കാര്യം ആദ്യം തീരുമാനിച്ചത്. ദൂരപ്രദേശത്ത് നിന്ന് ആളുകൾ എത്തിപ്പെടുന്നത് വരെ ദിൽഹിജ്ജ മാസം അറഫയും ഹജ്ജ് ദിവസവും തീരുമാനിക്കാൻ ഉമർ റളിയല്ലാഹു അൻഹു സമയമെടുക്കുമാറുണ്ടായിരുന്നു. 4-ാം തീയതി 5-ാം തീയതി ഒക്കെ ആയതിനു ശേഷം ബസ്രയിൽ നിന്നും കൂഫയിൽ നിന്നും മറ്റ് പ്രദേശങ്ങളിൽ നിന്നും വന്ന ആളുകളോട് ചോദിക്കുന്നു, നിങ്ങൾ എവിടെയെങ്കിലും മാസത്തിൻ്റെ സ്ഥിരീകരണം സംഭവിച്ചിട്ടുണ്ടോ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ, അറിഞ്ഞിട്ടുണ്ടോ എന്ന്. എന്നിട്ട് അവരിൽ നിന്ന് അറിവ് കിട്ടിയതിന് ശേഷമായിരുന്നു അദ്ദേഹം അറഫ ദിനവും ദിൽഹിജ്ജ ഹജ്ജും തീരുമാനിച്ചത് എന്ന്. ഇതിനെ തകർക്കാൻ വേണ്ടി ഷിയാക്കൾ ഉണ്ടാക്കിയ ഒരു തന്ത്രമാണ് കണ്ടതിന് ശേഷമല്ലാതെ മാസം തീരുമാനിക്കാൻ പാടില്ല എന്ന്. അതിതാ ബുഖാരിയിൽ ഫത്തുഹൽ ബാരിയിൽ ഈ ലാ തസൂമു ഹത്താ തറവുൽ ഹിലാല എന്നതിൻ്റെ ലാഹിർ ഈജാബു സൗമി ഹീന റുഇയ മതാ വജദത്ത് ലൈലൻ ഔ നഹാറ, രാത്രിയാകട്ടെ പകലാകട്ടെ കാഴ്ചയുടെ സാധ്യത ഉറപ്പു വന്നാൽ നോമ്പ് നിർബന്ധമായി എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് പറയാം. ലാകിന്നഹു മഹ്മൂലുൻ അലാ സൗമിൽ മുസ്തഖ്ബിൽ. അങ്ങനെ അത് ന്യൂമനാണ് യഥാർത്ഥത്തിലാണ് പറയുന്നത്. ന്യൂമൂണാണ് പറയുന്നത്. ന്യൂമൂണാണ് രാത്രിയോ പകലോ എപ്പോഴാണോ നിങ്ങൾക്ക് ബോധ്യമാകുന്നത്, അതിൻ്റെ റുയത്ത് സ്ഥിരീകരിക്കപ്പെടുന്നത്, അപ്പോൾ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാകുന്നത് എപ്പോഴേക്കലാണ്? ലാകിന്നഹു മഹ്മൂലുൻ അലാ സൗമിൽ യൗമിൽ മുസ്തഖ്ബൽ, നാളെ നടക്കുന്ന നോമ്പിലേക്ക് അത് ബാധകമാക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അദ്ദേഹം പറയാം, വബഅദുൽ ഉലമാ, ചില പണ്ഡിതന്മാർ ഫറഖ ബൈനമാ ഖബല സവാലി ഔ ബഅദഹു, സവാലിൻ്റെ ശേഷമോ അതിന് മുമ്പോ ആണ് ഇത് സംഭവിച്ചാലും എന്നും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അത് പറയാം, വഖാലഫ ശീഅത്തു അൽ ഇജ്മാ, ഈ ഇജ്മാഇനെ ഷിയാക്കൾ എതിർത്തു. ഫഔജബൂഹു മുത്ലഖൻ, എന്നിട്ട് അവർ കാഴ്ചയെ തന്നെ വേണമെന്ന് വാശി പിടിച്ചു. വഹുവലാഹിറും പിന്നെ ബാക്കി നിങ്ങൾ വായിച്ചോളി. ജുസ് 5-ാം വാള്യം 598. ഈ വിഷയം വാദപ്രതിവാദത്തിൻ്റെ വിഷയമല്ല. ഇത് പൂർണ്ണമായും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്താൽ വിനയാന്വിതമായി അതിൻ്റെ മുമ്പിൽ തല താഴ്ത്തുന്ന വിഷയമാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുന്നു, ഒരിക്കലും നമ്മളുടെ പരിമിതമായ അറിവ് ആത്യന്തികമായ അറിവാണെന്ന ഒരു ധാരണയില്ലാതെ ഈ വിഷയത്തിൻ്റെ നാനാവശങ്ങളും മനസ്സിലാക്കിയിട്ട് മറ്റുള്ളവർക്ക് പരിഹസിക്കുന്ന വിധത്തിൽ നമ്മുടെ ആരാധനകളൊന്നും വരാൻ പാടില്ല. അതിന് കൃത്യമായ ഇസ്ലാമിൻ്റെ കൺസെപ്റ്റുകളുണ്ട്. ആ കൺസെപ്റ്റിൽ കൂടെ തന്നെ ഇത് നീങ്ങണം. അതിന് ഇത് ഈ നേരത്തെ പറഞ്ഞതുപോലെ ഖുർആനും സുന്നത്തും ഇസ്ലാമിക പ്രമാണങ്ങളും എതിരല്ലാത്തത് കൊണ്ട് ആ ഖുർആനിൻ്റെയും അലിമണിക്ക് ഫാൻ പ്രസംഗം തുടങ്ങിയപ്പോൾ തന്നെ പ്രധാനപ്പെട്ട 3 ആയത്തുകൾ അദ്ദേഹം വ്യക്തമായി പറഞ്ഞു. സൂറത്തുൽ ബഖറയിലെ യസ്അലൂനക അനിൽ അഹില്ല എന്ന ആയത്ത്, അത് സൂറത്ത് യൂനുസിലെ ആയത്ത്, അതുപോലെ യാസീനിലെ 2 ആയത്തുകൾ, ഞാൻ അത് മുഴുമിപ്പിച്ചു സൂറത്ത് തോബയിലെ 2 ആയത്തുകൾ. ഈ ആയത്തുകൾ ഖുർആന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ മുഴുവൻ ഇവിടെ വിശദീകരിച്ചത്. ഹദീസുകൾ മുഴുവൻ നമ്മളിവിടെ ഉദ്ധരിച്ചു. ഇത് സംബന്ധമായി വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഹദീസുകളുണ്ട്. സക്കരിയ സാഹിബിനോട് എനിക്ക് ബഹുമാനവും സ്നേഹവും ഉണ്ട്. അതിനോടൊപ്പം ഞാൻ പറയട്ടെ, സൂമുലി റുയത്തി അഫ്തിറു റുയത്തി എന്ന് പറയുന്ന ഹദീസിൻ്റെ അതേ അധ്യായത്തിൽ അതിൻ്റെ ചോടെ തന്നെയാണല്ലോ ഇന്നാ ഉമ്മത്തുൻ ഉമ്മിയ ലാ നക്തബു വലാ നഹ്സബു ഹദീസ് കൊടുത്തിരിക്കുന്നത്. ഒന്നൊന്നിൻ്റെ വിശദീകരണമല്ലേ? ഇന്നാ ഉമ്മത്തുൻ ഉമ്മിയത്തുൽ ലാ നക്തബു വലാ നഹ്സബു അശ്ശഹ്റു വഹക്കദാ വഹക്കദാ എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് ഈ സത്യത്തെ നമ്മൾ മറച്ചു വെക്കേണ്ട ആവശ്യം? അതൊരിക്കലും ആവശ്യമില്ല. നമുക്ക് സത്യവുമായി തന്നെ നമ്മൾ മുന്നോട്ട് പോകുക, തെറ്റിദ്ധരിപ്പിക്കുന്നത് നിർത്തുക, എന്നിട്ട് വിഷയത്തെ പഠിക്കുക. വിനയത്തോടുകൂടി, അഹങ്കാരം എന്ന് ഞാൻ പറയുന്നില്ല, അതൊക്കെ ഉപേക്ഷിച്ച് വിനയത്തോടുകൂടി മുന്നോട്ട് പോകുക. സർവാധിരാജനായ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളിവിടെ കൂടിച്ചേർന്നത് ഒരു സാലിഹായ അമലായി അള്ളാഹു അംഗീകരിക്കുമാറാകട്ടെ. ഇതിൻ്റെ ഭാരവാഹികൾക്ക് അവസരം തന്നതിന് 1000 നന്ദികൾ രേഖപ്പെടുത്തുന്നു. ഈ ശബ്ദങ്ങൾ കേട്ട നിങ്ങൾക്കെല്ലാവർക്കും അള്ളാഹു പ്രതിഫലം തരുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്.
രാവിലെ നമ്മൾ തുടങ്ങി വെച്ച നമ്മുടെ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ വലിയ ഒരു കാര്യമാണ് കേരളക്കരയിലെ പ്രഗത്ഭരായ പണ്ഡിത ശ്രേഷ്ഠർ അണിനിരന്നുകൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ നടന്നിരിക്കുന്നത്. ഈ ചർച്ചയിൽ നിന്ന് ഒരു തീരുമാനമുണ്ടാക്കി പിരിഞ്ഞു പോവുക എന്നുള്ളത് സംഘാടകർ എന്നുള്ള നിലക്ക് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല എന്നതുപോലെ പങ്കെടുത്ത നിങ്ങളും പ്രതീക്ഷിച്ചതല്ല. അതേസമയം ഒരു പഠനത്തിലേക്ക് ഈ വിഷയത്തെ കൊണ്ടുപോകുന്നതിൽ നമ്മുടെ ചർച്ച എത്തിച്ചേർന്നിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാര്യം സൂചിപ്പിക്കുന്നത്, സംസാരിക്കുന്നതിനിടയ്ക്ക് വന്നുപോയ പോരായ്മകളെ സംബന്ധിച്ചുകൊണ്ട് അങ്ങനെ വന്നുപോയി എന്ന് തോന്നിയ ആളുകൾ ക്ഷമ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ചോദിക്കാത്തവരും അങ്ങനെയുള്ളൊരു മനസ്സ് സൂക്ഷിക്കുന്നുണ്ടാകുമെന്നും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതേപോലെ തികച്ചും നൂതനമായ ഒന്ന് എന്ന് അലി മണിക്ഫാൻ അദ്ദേഹത്തിൻ്റെ വിശദീകരണത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നേരത്തെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ ഇടയ്ക്ക് വെച്ച് നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു കൊണ്ടുവരണമെന്ന് ബഹുമാനായ മഞ്ചേരിയും ഖാദി VP മുഹമ്മദ് മൗലവിയും പറഞ്ഞു. ഇമാം നവവിയുടെ ചില കോട്ടിങ് എടുത്തിട്ട് ആയിരക്കണക്കിന് വർഷങ്ങളുണ്ടാകുമെന്ന് തോന്നുന്നു. അത് ഏതായിരുന്നാലും ഈ വിഷയത്തിൽ ഇവിടെ ഒരു ഔട്ട്പുട്ട് എന്നുള്ള നിലയ്ക്ക്, ഇതിൻ്റെ റിസൾട്ട് എന്നുള്ള നിലയ്ക്ക് വന്നിരിക്കുന്നത് കഴിയുന്നത്ര ഭിന്നത ഒഴിവാക്കണം. നമ്മുടെ സമൂഹത്തിൽ പെരുന്നാൾ, നോമ്പ് പോലുള്ള വിഷയങ്ങളിൽ ഭിന്നത കഴിയുന്നത്ര ഒഴിവാക്കിക്കൊണ്ട് ഒന്നിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയ്ക്ക് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട് എന്നാണ് വിവിധ സംഘടനകളുടെ ലീഡർഷിപ്പിൽ തന്നെ ഇരിക്കുന്ന ബഹുമാനരായ പണ്ഡിത നേതാക്കൾ പറഞ്ഞിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, വളരെ പ്രകീർത്തിക്കേണ്ടതാണ്. അതിനുള്ള ശ്രമങ്ങൾ ഇനിയും നിങ്ങൾ തുടരണമെന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. അതേപോലെ ഒരു ഏകീകരണ കലണ്ടറിനെ സംബന്ധിച്ചുള്ള സാധ്യതയെ ഖുർആനിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവിടെ പുറത്തു കൊണ്ടുവന്നിട്ടുമുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ ഇനിയും ചർച്ച ചെയ്യുക. ഇത് മാത്രമല്ല, ഈ മാസപ്പിറവി വിഷയം മാത്രമല്ല, നമുക്കിടയിലുള്ള ഒരുപാട് നമ്മൾ ചെയ്യേണ്ട, മുസ്ലിം സമൂഹം എന്നുള്ള നിലക്ക് നമ്മൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളിൽ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ ചിലപ്പം അത് വേണ്ട രീതിയിൽ നടക്കാതെ പോകുന്നതൊക്കെ ആയിട്ട് നമ്മൾ കാണുന്നു. ഇതിനൊക്കെ ഇതേപോലെ കൂടിയിരിക്കാൻ സാധിച്ചാൽ കഴിയുമെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. വോയിസ് ഓഫ് ജസ്റ്റിസിനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തിയിട്ടില്ലായിരുന്നു. നിങ്ങൾക്കൊരു പക്ഷേ അറിയുമായിരിക്കാം വോയിസ് ഓഫ് ജസ്റ്റിസ്. മഞ്ചേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ചെറിയ സംഘമാണ് വോയിസ് ഓഫ് ജസ്റ്റിസ്. സമൂഹത്തിലേക്ക് ഞങ്ങൾക്ക് കിട്ടുന്ന ചില പ്രസംഗങ്ങളും കാര്യങ്ങളുമൊക്കെ പ്രയോജനകരമാണ് എന്ന് തോന്നുന്നുവെങ്കിൽ അത് CD-യും കാസറ്റൊക്കെ ആക്കി എത്തിച്ചു കൊടുക്കുന്ന ഒരു രീതിയും ഞങ്ങൾ സ്വീകരിക്കാറുണ്ട്. അതേപോലെ സോഷ്യൽ ആക്ടിവിറ്റീസ്, ചാരിറ്റി വർക്ക്, ഇതൊക്കെ ചെയ്തു പോകുന്ന ഒരു ചെറിയ ഓർഗനൈസേഷനാണ് വോയിസ് ഓഫ് ജസ്റ്റിസ്. വോയിസ് ഓഫ് ജസ്റ്റിസിന് വേണ്ടി ഇതിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ച മുഴുവൻ പണ്ഡിത നേതാക്കൾക്കും, അതേപോലെ ഇവിടെ ശ്രോതാക്കളായി എത്തിച്ചേർന്ന ആളുകൾക്കും, വിശിഷ്യ വളരെ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് ഇന്നലെ രാത്രി വളരെ വൈകിപ്പോലും പരിപാടി നടത്തി പിന്നെ ഇന്ന് വന്ന് ഫുൾ ടൈം ഇരുന്നിട്ടുള്ള അലി മണിക്ഫാൻ സാഹിബിനും വളരെ സ്നേഹം നിറഞ്ഞ സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒത്തുചേരലിനെ ഒരു വലിയ പ്രതിഫലം നൽകുന്ന ഒരു കർമ്മമായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവൻ്റെ തൃപ്തി നേടി ഇതുപോലെ പോയിരിക്കുവാൻ കഴിയുന്ന, ഒന്നിച്ച് പോയിരിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് അവൻ നമ്മെ വളർത്തുമാറാകട്ടെ. അള്ളാഹു നമ്മളിൽ നിന്ന് വന്നു പോയ തെറ്റുകുറ്റങ്ങൾ ഒരിക്കൽ കൂടി പുറത്ത് മാപ്പാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാഹിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.